ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമായി കരുതപ്പെടുന്നത് 1697 അഞ്ച് തെങ്ങ് കലാപമാണ്. 1615 ക്യാപ്റ്റൻ കീലിംഗ് എന്നൊരു ഇംഗ്ലീഷുകാരൻ തൻ്റെ 3 കപ്പലുകളുമായി കാലിക്കറ്റ് അല്ലെങ്കിൽ കോഴിക്കോട് വന്നിറങ്ങിയത്. പിന്നീട് ബ്രിട്ടീഷുകാർ സാമൂതിരിയുമായി ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുന്നു. അതായത് കൊടുങ്ങല്ലൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നുമൊക്കെയുള്ള പോർച്ചുഗീസുകാരെ പുറത്താക്കാൻ ബ്രിട്ടീഷുകാർ സഹായിക്കും. പകരം കാലിക്കറ്റിൽ അല്ലെങ്കിൽ കോഴിക്കോട് സ്വതന്ത്രമായി വ്യാപാരം നടത്തുവാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കണം. ഈ ഉടമ്പടി പ്രകാരം കോഴിക്കോട് വ്യാപാരം നടത്തിയെങ്കിലും ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സഹായിച്ചതൊന്നുമില്ല. 1634-35 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാരുമായി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. ഈ എഗ്രിമെന്റ് പ്രകാരം കേരളത്തിലെ പോർച്ചുഗീസ് തുറമുഖങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കൂടി ഉപയോഗിക്കാൻ സാധിക്കും. 1664 ആവുമ്പോഴേക്കും സാമൂതിരിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയും അദ്ദേഹം കൂടുതൽ സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വ്യാപാര ആവശ്യത്തിന് നൽകുവാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഇതാണ് മറ്റ് തീരങ്ങളിലേക്ക്, മറ്റ് പ്രദേശങ്ങളിലേക്ക് താവളങ്ങൾ കണ്ടെത്തുവാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകം. 1684 ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിയെ കാണുന്നു. റാണിക്ക് സമ്മാനങ്ങളും മറ്റും നൽകി ബ്രിട്ടീഷുകാരിൽ നിന്ന് വ്യാപാര ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഒരു മണൽ പ്രദേശം അവർ സ്വന്തമാക്കി. ആ പ്രദേശമായിരുന്നു അഞ്ച് തെങ്ങ്. 1690 ജോൺ ബ്രാബോൺ എന്ന ഇംഗ്ലീഷുകാരൻ റാണിയെ കാണാനെത്തി. ഈ കൂടിക്കാഴ്ചയെ തുടർന്ന് അഞ്ച് തെങ്ങിൽ ഒരു കോട്ട പണിയുവാനുള്ള അവകാശം കമ്പനി സംഘടിപ്പിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം 1695 അഞ്ച് തെങ്ങിൽ കോട്ടയുടെ പണി അവർ പൂർത്തീകരിച്ചു. പശ്ചിമ തീരത്ത് ബോംബെ കഴിഞ്ഞാൽ അഞ്ച് തെങ്ങായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രം. അഞ്ച് തെങ്ങിലും പരിസര പ്രദേശങ്ങളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കുരുമുളകിന്റെ വില നിശ്ചയിക്കുവാനുള്ള അവകാശം ഒടുവിൽ ബ്രിട്ടീഷുകാർക്ക് വന്നു ചേർന്നു. ഇത് പ്രാദേശിക കർഷകരുടെ ജീവിതം ദുരിതപൂർണമാക്കി മാറ്റി. കർഷകർ സംഘടിക്കുകയും 1697 നവംബർ മാസത്തിൽ അഞ്ച് തെങ്ങ് കോട്ടയിലേക്ക് കടന്നു കയറി ഒട്ടനവധി ബ്രിട്ടീഷുകാരെ വധിക്കുകയും ചെയ്തു. അഞ്ച് തെങ്ങ് കോട്ടയ്ക്കുള്ളിൽ ശേഖരിച്ചു വെച്ചിരുന്ന ആധുനിക രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് സമരക്കാരെ നേരിടുവാൻ ബ്രിട്ടീഷുകാർക്ക് ഒട്ടും പാടുണ്ടായിരുന്നില്ല. കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും കലാപത്തിൽ തങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് നഷ്ടപരിഹാരമായി 80,000 പണം ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് ഈടാക്കിയെടുക്കുകയും ചെയ്തു.